सभी को आज की कक्षा में स्वागत है। आज हम तीसरा पाठ लाख की चूड़ियां पढ़ने जा रहे हैं। इस लेख में लेखक ने एक दर्शाना चाहता है कि वर्तमान काल में मशीनीकरण का बढ़ता जा रहा है। इससे हाथ से काम करने वाले बहुत सारे लोग बेरोजगार हो गए, उसके काम धंधे नष्ट हो गए और इससे उसके പൈതൃക पेशा നഷ്ട होते जा रहे हैं. ഈ ലേഖനത്തിൽ ലേഖകൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ആധുനിക യുഗത്തിൽ യന്ത്രവൽക്കരണം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലി നഷ്ടപ്പെട്ട് അവർ തൊഴിൽരഹിതരായി മാറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ इसके साथ पैतृक उद्योग धंधा भी समाप्त होते जा रहे हैं. पैतृक पेशा इसका मतलब है परंपरागत तोड़िल. हम जानते हैं वे उन्हें अपने पूर्वजों से मिला है. ഇപ്രകാരം പൂർവികരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ തൊഴിൽ അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളെല്ലാം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തെയാണ് ലേഖകൻ ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സുനിയെ पाठ 2 लाख की चूड़ियाँ. सारे गांव में बदलू मुझे सबसे अच्छा आदमी लगता था क्योंकि वह मुझे सुंदर सुंदर लाख की गोलियां बनाकर देता था. लेखक कहता है मुझे सारे गांव में सबसे अच्छा आदमी ബദലു को लगता था. ലേഖകന് ആ ഗ്രാമത്തിലെ ഏറ്റവും അധികം ഇഷ്ടമുള്ള വ്യക്തി എന്ന് പറയുന്നത് ബദലു ആണ്. അതിൻ്റെ കാരണം ബദലുവിനെ ഉസെ സുന്ദർ സുന്ദർ ലാക്കിയും ഗോളിയാൻ ബനാക്കർ ദേത്താത. ബദലു അവന് നല്ല മനോഹരമായ ലാക്ക് കൊണ്ടുള്ള ഗോളി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. मुझे अपने मामा के गांव जाने का सबसे बड़ा चाव वही था कि जब मैं वहां से लौटता तो मेरे पास ढेर सारी गोलियां होती, रंग बिरंगी गोलियां जो किसी भी बच्चे का मन मोह ले. എനിക്ക് എൻ്റെ മാമയുടെ ഗ്രാമത്തിലേക്ക് പോകാൻ, എൻ്റെ അമ്മാവൻ്റെ ഗ്രാമത്തിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ വളരെ താല്പര്യമായി. എൻ്റെ കാരണം തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ധാരാളം നല്ല സുന്ദരമായ മനോഹരങ്ങളായ ഗോലുകൾ ഉണ്ടാകുമായിരുന്നു. അത് ഏതൊരു കുട്ടിയെയും ആകർഷിക്കുന്ന തരത്തിലുള്ളായിരുന്നു. വളരെ മനോഹരമായ എല്ലാ കുട്ടികളെയും ആകർഷിക്കുന്ന മനോഹരമായ ഗോളികൾ എൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു. वैसे तो मेरे मामा के गांव का होने के कारण मुझे बदलू को बदलू मामा कहना चाहिए था, परंतु मैं उसे बदलू मामा न कहकर बदलू काका कहा करता था, जैसा कि गांव के सभी बच्चे उसे कहा करते थे. മാമയുടെ ഗ്രാമത്തിലുള്ളതാണ് ബദലു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബദലു മാമ എന്നാണ് വിളിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ബദലു കാക്ക എന്നാണ് വിളിച്ചിരുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ ഗ്രാമത്തിലെ എല്ലാവരും അദ്ദേഹത്തെ ബദലു കാക്ക എന്നാണ് വിളിച്ചിരുന്നത്. ബദലു കാ മക്കാൻ കുച്ച് ഊഞ്ചെ പർ ബനാ താ. ബദലുവിൻ്റെ വീട് കുറച്ച് ഉയരത്തിലുള്ള സ്ഥലത്താണ് പണിതിരുന്നത്. മക്കാൻ കെ സാമനെ ബഡാ സാ സഹൻ താ ജിസ്മേ ഏക് പുരാന നീം കാ വൃക്ഷ ലഗാ താ. ആ കെട്ടിടത്തിന് മുമ്പിൽ വളരെ വിശാലമായൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു വളരെ പ്രായമായ ഒരു നീം വൃക്ഷം ഉണ്ടായിരുന്നു. ഉസി കെ നീച്ചെ ബാറ്റ്കർ ബദലു അപ്പന കാം കിയാ കർത്താ താ. അതിൻ്റെ ആ മരത്തിൻ്റെ താഴെ ഇരുന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജോലികളെല്ലാം ചെയ്തിരുന്നത്. बगल में भट्टी दगती रहती जिसमें बहु लाख पिघलाया करता. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചൂള ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും എപ്പോഴും. ഭട്ടി മീൻസ് ഫർമൻസ്, ചൂള. ജിസ്മേ വഹ് ലാഖ് പിഘലായ. അതിനാണ് ഈ വളയുണ്ടാക്കാനുള്ള ലാഖ് അത് അരക്ക് ഉരുക്കി എടുത്തിരുന്നത്. സാമനെ एक लकड़ी की चौखट पड़ी रहती जिस पर लाख के मुलायम होने पर उसे सलाख के समान पतला करके चूड़ी का आकार बना देता. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കട്ട്ളപ്പടി പോലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അതിലാണ് ലാഖ് ഉരുക്കി സോഫ്റ്റായി കഴിയുമ്പോൾ നല്ല ഉരുളനാക്കി നല്ല ഉരുട്ടിയെടുത്ത് അതിനെ പരത്തി
വളയുടെ ആകൃതി ആക്കിയിരുന്നത്, ചൂടിയുടെ ആകൃതി ആക്കിയിരുന്നത്. പാസ്മയും 4 जग विभिन्न आकार की बैलनुमा मुंगेरियां रेखी रेखती जो आगे से कुछ पतली और पीछे से मोटी होती. पास में ही विभिन्न आकार की बैलनुमा मुंगेरियां रेखी रेखती जो आगे से कुछ पतली और पीछे से मोटी होती. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അടുത്ത് തന്നെ 5-6 ഉരുണ്ട റൂൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു വശത്ത് വണ്ണം കുറഞ്ഞതും അടുത്ത വശത്തേക്ക് എഴുന്നതും വണ്ണം കൂടിക്കൂടി വരുന്നതാണ്. അതേപോലത്തെ കുറച്ച് ഉരുളുടെ മരത്തിൻ്റെ ചുറ്റിക പോലത്തെ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉരുണ്ട കുറേ തടി കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. लाठी की चूड़ियों का आकार देकर वह उन्हें मुंगेरी पर चढ़ाकर गोल और चिकना बनाता और तब एक एक पूरे हाथ की चूड़ियां बना चुगने के पश्चात वह उन पर देंग करता था. ലാഖിന് ഉരുക്കിയെടുത്ത് വളയുടെ ആകൃതി ആക്കിയിട്ട് ഈ ബലനുമ മുങ്കേരിയിൽ കയറ്റിയിട്ടിട്ട് ആ റൂളൻ തടിയിൽ കയറ്റിയിട്ടിട്ട് അതിനെ നല്ല റൗണ്ട് ഷേപ്പാക്കുന്നു. അതുപോലെ പിന്നെ അതിനെ നല്ല തിളക്കമുള്ളതാക്കി ഉരുട്ടിയെടുക്കുന്നു. അത് നല്ല ഉരുട്ടി നല്ല സ്മൂത്താക്കി നല്ല തിളക്കമുള്ളതും ആക്കുന്നു. പക്ഷേ ഇപ്രകാരം ഓരോന്നോരോന്നായിട്ട് പണിത് എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് റൂള് തടിയിൽ ഇട്ടിട്ട് അതിനകത്ത് നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കുന്നു. बद्र एक कार्य सदा ही एक मछिया पर बैठकर किया करता था जो बहुत ही पुरानी थी. ബദ്രു ഈ ജോലികൾ എപ്പോഴും ചെയ്തിരുന്ന ഒരു മച്ചിയപ്പർ ബൈഡ്കർ. മച്ചിയക്ക മതലബ് സ്റ്റൂള്, പൊക്കം കുറഞ്ഞ സ്റ്റൂള്, അതിനാണ് മച്ചിയ. ബഹുതി പുരാനീതി, വളരെ പഴക്കം ചെന്ന ഒരു സ്റ്റൂള്, അതിലിരുന്നാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. ബഗൽ മേ ഹി ഉസ്ക ഹുക്ക രഖാ രഹത്ത ജിസേ വഹ് ബീച്ച് ബീച്ച് മേ പീത്താ രഹത്ത. അതിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിന് ഹുക്ക ഉണ്ടായിരുന്നു. ഹുക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുകയിലിട്ട് വലിക്കുന്ന, പുക വിടുന്ന സാധനമല്ലേ വീട് വലിക്കുന്നതിന് പകരം, ആ സാധനമാണ്. അതിനൊരു കുഴലുണ്ട്. കുഴലിൻ്റെ അറ്റത്ത് ഒരു ചെറിയ പാത്രം പോലത്തെ ഒരു ഇതുണ്ട്. അതിനകത്ത് സാധനങ്ങളും പുകയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇടും. എന്നിട്ട് അതിനകത്ത് ചെറുതായിട്ട് തീ കൊടുക്കും. അത് തീ കൊടുത്തതിന് ശേഷം പതുക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പുക വരും. നമ്മൾ സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഈ പുക വലിച്ച് വിടുമായിരുന്നു. गाँव में मेरा दोपहर का समय अधिकतर बदलू के पास बीतता. ഞാൻ ഗ്രാമത്തിലാണെങ്കിൽ എൻ്റെ അധിക സമയവും ഈ ബദ്രുവിനോടൊപ്പം തന്നെയാണ് ചിലവഴിച്ചിരുന്നത്. വഹ് മുझे ലല്ല കഹാ കർത്താ और मेरे पहुंचते ही मेरे लिए तुरंत एक मछिया मांग देता. അദ്ദേഹം എന്നെ ലല്ല എന്നാണ് വിളിച്ചിരുന്നത്. ഞാനവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ വേറൊരു സ്റ്റൂള് എനിക്ക് വേണ്ടി കൊണ്ടുവരിച്ച് എന്നെ അവിടെ ഇരുത്തുമായിരുന്നു. मैं खंडों बैठे बैठे उसे इस प्रकार चूड़ियां बनाते देखा रहता था. ഞാൻ മണിക്കൂറുകളോളം അദ്ദേഹത്തിൻ്റെ അടുത്തിങ്ങനെ ഇരുന്ന് അദ്ദേഹം വളകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ലഘുഭഗ് റോസ് ഹി വഹ് 4 जग जोड़े चूड़ियां बनाता. ദിവസം ഏകദേശം 4-6 ജോഡി വളകൾ അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. पूरा जोड़ा बना लेने पर वह उसे बेलन पर चढ़ाकर कुछ क्षण चुपचाप देखता रहता मानो वह बेलन न होकर किसी नववधू की कलाई हो. മുഴുവൻ ജോഡിയും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും അതിനെ ഒരു റൂൾ തടിയിലിട്ട് ഇങ്ങനെ കുറച്ച് നേരം അതിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നും അത് ഒരു റൂൾ തടിയല്ല, ഏതോ നവവധുവിൻ്റെ, ഏതോ മണവാട്ടിയുടെ കൈത്തണ്ടാണ് എന്ന് തോന്നാറുണ്ട്. നവവധൂക്ക മതലബ് പുതുമണവാട്ടി, അല്ലെങ്കിൽ അടുത്തിടെ കല്യാണം കഴിച്ച സ്ത്രീ, അതിനെയാണ് നവവധു എന്ന് പറയുന്നത്, പുതിയ വധു. बदलू मनीहर दा चूड़ियां बनाना उसका पैतृक पेशा था और वास्तव में वह बहुत ही सुंदर चूड़ियां बनाता था. ഈ ബദലു ഒരു മനീഹാറായിരുന്നു. മനീഹാർ കാ മതലബ് ചൂടിയാ ബനാനെ വാല, വള ഉണ്ടാക്കുന്ന ആളുകളെ പറയുന്ന പേരാണ് മനീഹാർ. ഉസേ വഹു, ആ തൊഴിൽ അദ്ദേഹത്തിന് പൈതൃകമായി കിട്ടിയതാണ്, പാരമ്പര്യമായി കിട്ടിയതാണ്. അദ്ദേഹത്തിലെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഈ ജോലി തന്നെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ പരമ്പരാഗതമായി കൈമാറി കിട്ടിയ ജോലിയാണിത്. വഹ് വാസ്തവമേ സുന്ദർ സുന്ദർ ചൂടിയാൻ ബനാത്താത, അദ്ദേഹം മനോഹരമായ വളകളാണ് ഉണ്ടാക്കിയിരുന്നത്. ഉസ്കി ബനായി ഹുയി ചൂടിയോം കി ഖപത് ബി ബഹുത് ഥി. അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന വളകളുടെ വളരെയധികം ഉണ്ടായിരുന്നു. അദ്ദേഹം വളകൾ ഉണ്ടാക്കിയാൽ അത് വേഗം തന്നെ സെയിലായി പോകുമായിരുന്നു. ഉസ് ഗാവ് മേ തോ
സബി സ്ത്രീയാ ഉസ്കി ബനായി ഹുയി ചൂടിയാൻ പഹൻതി തീ. ആ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും അദ്ദേഹം ഉണ്ടാക്കിയ വളകളാണ് ധരിച്ചിരുന്നത്. ആസ്പാസ് കെ ഗാവ് കെ ലോഗ് ഭി ഉസ്സെ ചൂടിയാൻ ലേ ജാത്തേ ഥേ. ആ ഗ്രാമത്തിലെ മാത്രമല്ല അടുത്തുള്ള അയൽ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് വളകൾ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. പരന്തു വഹ് കഭി ഭി ചൂടിയോം കോ പൈസോം സെ ബേച്ച്താ നാ ഥാ. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഈ വളകളൊന്നും പൈസയ്ക്കായിരുന്നില്ല വിറ്റിരുന്നത്. പിന്നെ ഉസ്ക അഭി തക് വസ്തു വിനിമയ കാ തരീക ഥാ. വസ്തു വിനിമയ കാ മതലബ് ഹെ ബാർട്ടർ സിസ്റ്റം. അതായത് ഒരു സാധനം കൊടുത്തിട്ട് അതിന് പകരമായി വേറൊരു സാധനം വാങ്ങുക. പൈസയല്ല വാങ്ങുന്നത്, അതിന് പകരം മറ്റൊരു സാധനം. ഇപ്പം നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തിട്ട് കൊടുക്കുന്ന ആളുടെ കയ്യിൽ എന്താണ് ആ സാധനം ഉള്ളത്, ആ സാധനം അതിന് പകരമായി വാങ്ങുക. ആ സിസ്റ്റത്തിനാണ് വസ്തുവിനിമയം. ഇംഗ്ലീഷിൽ അതിന് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നു. ലോഗ് അനാജ് കെ ബദലെ ഉസുസെ ചൂടിയാൻ ലേ ജാത്തേ ഥേ. ആളുകൾ ധാന്യങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അതിന് പകരമായിട്ട് വള വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. ബദലു സ്വഭാവ് സെ ബഹുത്ത് സീതാ ഥാ. സീത മീൻസ് സ്ട്രേറ്റ് ഫോർവേഡ്. അദ്ദേഹത്തിന് കള്ളത്തരവും വഞ്ചനയൊന്നും അറിയില്ല, സ്ട്രേറ്റ് ഫോർവേഡാണ് കാര്യങ്ങൾ. അദ്ദേഹം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. മേനെ കബീബി ഉസെ കിസി സെ ചകട്ടെ നഹീ ദേഖാ. ഞാൻ അദ്ദേഹം ഒരിക്കലും ആരോടും ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല. ഷാദി വിവാഹയ്ക്ക് അവസരവും പർ വഹ് അവശ്യ ജിദ് പകട് ജാത്താ ഥാ. പക്ഷെ ഒരു കല്യാണ വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും വാശി പിടിക്കും. जीवन भर में चाहे कोई उससे मुफ्त चूड़ियाँ ले जाए, परंतु विवाह के अवसर पर वह सारी कसर निकाल लेता था. ജീവിതകാലം മുഴുവനും വേണമെങ്കിൽ അതിനടുത്ത് ഫ്രീ ആയിട്ട് വളകൾ മേടിച്ചുകൊണ്ട് പോകാം. പക്ഷേ വിവാഹം വരണ സമയത്ത് അദ്ദേഹം അതിന് മുഴുവൻ ആ ഫ്രീ ആയിട്ട് കൊടുത്തതിൻ്റെ എല്ലാം ആ ഒരു കുറവ്, ഒരു വിവാഹ ആവശ്യത്തിന് വളയും പണിയിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ആ കുറവ് നികത്തുമായിരുന്നു. കസർ നികാലന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരി കമ്മി കർണ എന്നാണ് അർത്ഥം. കുറവ് നികത്തുക. അതായത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒക്കെ കുറവ് അദ്ദേഹം ഈ വിവാഹത്തിന് വളകൾ വിൽക്കുമ്പോൾ അതിൽ നിന്ന് ഈടാക്കുമായിരുന്നു. ആഖിർ സുഹാഗ് കെ ജോഡേ കാ മഹത്വ ഹി ഔർ ഹോത്താ ഹേ. അതിനൊരു കാരണമുണ്ട്. സുഗാഹ് കാ ജോഡാ കാ മതലബ് ഹേ, ഈ കല്യാണത്തിന് പെണ്ണിടുന്ന വളകൾ. അതായത് സുഗാഹ് കാ മതലബ് ഹേ ഭർത്തൃമതിയായ സ്ത്രീ എന്നാണ് അർത്ഥം. അതായത് കല്യാണം കഴിച്ച സ്ത്രീകളിൽ ഇടുന്ന വള. കല്യാണത്തിന് വിവാഹം കഴിക്കാവുന്ന പെൺകുട്ടി ഇടുന്ന വളയ്ക്ക്, ആ വളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കല്യാണത്തിനുള്ള ഉണ്ടാക്കുന്ന വളയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതിന് ഒരുപാട് മഹത്വമുണ്ട്. मुझे याद है मेरे मामा के यहाँ किसी लड़की के विवाह पर जरा सी किसी बात पर बिगड़ गया था और फिर उसको मनाने में लोहे लग गए थे. ലഹ കൗതാകെ മുച്ചെ യാദ് ഹേ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ മാമാടെ അവിടെ ഏതൊരു കുട്ടിയുടെ വിവാഹത്തിന് അദ്ദേഹത്തിന് ഒരു അല്പം പൈസയുടെ കാര്യത്തിന് വേണ്ടി അദ്ദേഹം വളരെയേറെ പ്രശ്നം ഉണ്ടാക്കി. പാത്ത് ബിഗടനാച്ച കാര്യം മോശമാവുക. വിവാഹത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ വളയുടെ കാര്യത്തിന് പൈസയുടെ കാര്യത്തിന് കുറച്ച് മോശാവസ്ഥയുണ്ടായി. ഫിർ ഉസ്കോ മനാനെ കെ ലിയെ ലോഹേ ലഗ് ഗയേ ഥേ. അവസാനം അദ്ദേഹത്തിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എതിർത്ത് സംസാരിക്കേണ്ടി വന്നു. विवाह में इसी जोड़े का मूल्य इतना बढ़ जाता है कि उसके लिए उसकी घरवाली को सारे वस्त्र मिलते, ढेरों अनाज मिलता, उसको अपने लिए पगड़ी मिलती और रुपये जो मिलते सो अलग. ഈ വിവാഹത്തിനുണ്ടാകുന്ന വളകളുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇത്ര കൂടുതലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഖർവാലി കേലിയെ, വീട്ടിലെ സ്ത്രീക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നിറയെ വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ധാന്യങ്ങളും പിന്നെ തലയിൽ വയ്ക്കാനുള്ള പകടി, തലപ്പാവ്, അതുപോലെ അത് കൂടാതെ വേറെ പൈസയും കൊടുക്കുമായിരുന്നു. അത്രയും മഹത്വമുണ്ട് വിവാഹത്തിനുണ്ടാക്കുന്ന വളയ്ക്ക്, അത്രയും വില അതിന് കിട്ടുമായിരുന്നു. यदि संसार में बदलू को किसी बात से चिढ़ती तो वह दी कांच की चूड़ियों से. ഈ ലോകത്ത് ബദലുവിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ കുപ്പിവളകളുടെ കാര്യത്തിലാണ്. കാഞ്ചിക്ക് ചൂടിയോംസെ. കുപ്പിവളകളുടെ കാര്യം എന്ന് കേട്ടാൽ ബദലുവിന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, ഭയങ്കര ദേഷ്യമാണ്. അത് കേൾക്കുന്നതേ ഇഷ്ടമല്ല, വെറുപ്പായിരുന്നു.
यदि किसी भी स्त्री के हाथों में उसे कांजी की चूड़ियां दिख जाती तो वह अंदर ही अंदर कूद उड़ता और कभी कभी तो 2-4 बातें भी सुना देता. ആ ഗ്രാമത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ കുപ്പിവള കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉള്ളിൽ കൂടി ചാന്നാച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം ഇങ്ങനെ ഉരച്ച് പൊങ്ങി വരിക, ദേഷ്യം വരും. അതിനോട് ഭയങ്കരമായിട്ട് ദേഷ്യവും വെറുപ്പും തോന്നും. അവർ കബി കബി 2-4 ബാത്തേം भी सुना देता. ചിലപ്പോഴൊക്കെ 2-4 ബാത്തേം പറഞ്ഞാൽ വെച്ചാൽ ക്രിട്ടിസൈസ് ചെയ്യുക, അതായത് മന്മേ ലഗ്നെ വാലി ബാത്തേം കഹന, മനസ്സിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയും. ആരുടെയെങ്കിലും കയ്യിൽ കുപ്പിവളകൾ കിടക്കണ കണ്ടാൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നും അതിനോട്. അപ്പോൾ ബദലു മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയുകയും ചെയ്യും. इसका दूसरा भाग और एक वीडियो में सुनेगा. धन्यवाद.